ഡ്രൈവർമാരും ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവരല്ല. എന്നാൽ അവരിൽ ചുരുക്കം ചില ആൾക്കാരെങ്കിലും നിയമലംഘനം നടത്തുന്നുണ്ട്. ബസ്സിലെ സീറ്റുകൾക്ക് രൂപമാറ്റം വരുത്തിയിരിക്കുന്നു. സീറ്റുകൾക്ക് പകരം ഇരുമ്പിന്റെ ബെഞ്ചുകൾ. ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയിരിക്കുന്നത് 15ലധികം കുട്ടികളെ. കുരുന്നുകളുടെ ദുരിതയാത്രയെക്കുറിച്ചുള്ള മാതൃഭൂമി ന്യൂസ് വാർത്ത അധികാരികളുടെ കണ്ണു തുറപ്പിച്ചു. വാർത്ത സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി ആരംഭിച്ചു. കൊല്ലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര നിയമലംഘനങ്ങൾ. സ്കൂൾ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങളിൽ സീറ്റുകൾ ഇളക്കി മാറ്റിയ ശേഷം ബെഞ്ചുകൾ ഘടിപ്പിച്ചത് കണ്ടെത്തി. പരിശോധന നടത്തിയ 50 വാഹനങ്ങളിൽ 40ലും കണ്ടെത്തിയത് ഈ നിയമലംഘനം. ഇനിയുള്ള ദിവസങ്ങളിലും കർശനമായിട്ട് പരിശോധന നടത്തും. ഇപ്പോൾ ഇന്ന് രാവിലെ 7:30 മണിക്ക് തുടങ്ങിയതാണ് പരിശോധന. അതിൽ ഏകദേശം 40ഓളം വണ്ടികൾക്ക് എതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനിയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഈ വാഹനങ്ങളുടെ എല്ലാം പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകും. നിയമലംഘനം നടത്തിയ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. ആദ്യഘട്ടം എന്ന നിലയിൽ ഓരോ വാഹനത്തിൽ നിന്നും 1250 രൂപ പിഴ ഈടാക്കി. ബെഞ്ചുകൾ മാറ്റി സീറ്റുകൾ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകി. 2 ദിവസത്തിനുള്ളിൽ വാഹനം പൂർവ്വസ്ഥിതിയിലാക്കി പരിശോധനയ്ക്ക് എത്തിക്കണം. നിയമലംഘനം തുടർന്നാൽ പെർമിറ്റ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.